ഹലോ ഗൈസ്, ഞങ്ങളപ്പോൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ടൈം ഇനി 7 hours 27 minutes നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ കൊണ്ടുവന്ന നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ യാത്രയിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാറുണ്ട്. അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. ഞങ്ങൾ അൺറാപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. 5-6 പീസ് കഴകത്താക്കി കേട്ടോ. ഞാൻ ഇനി കഴിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ദീപുണ്ട, ലക്ഷദ്വീപ് ഹൽവ എന്നൊക്കെ അറിയപ്പെടുന്നത്. നമ്മുടെ ഡെൻഡി ഹൽവ എന്നൊക്കെ അറിയപ്പെടും കേട്ടോ ഇതിന്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുമ്പോൾ ഇത് ജസ്റ്റ് നമ്മുടെ പാം ലീഫിലും വാഴയിലയിലൊക്കെ പൊതിഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അൺറാപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട് എന്ന്. ചിലപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുള്ളവരുണ്ടാവും, കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ലീഫിൽ നിന്ന് പൊട്ടിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും കാണാൻ നമ്മുടെ ഹൽവ പോലെ അല്ല കേട്ടോ. കുറച്ചും കൂടെ കറുത്തിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും ഇത് തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയും ബീറ്റ് ഫ്ലോറും നല്ല ഗോതമ്പിലൊക്കെ ചേർത്താണ് ചെയ്തിരിക്കുന്നത്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. ദ്വീപിലെ ഓർഗാനിക് വെളിച്ചെണ്ണയും തേങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കഴിക്കുമ്പോൾ തന്നെ അതിന്റെ മണം നല്ല രസമാണ്. ഞാൻ മാത്രം കഴിക്കുന്നില്ല, നിങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ദീപുണ്ട ലക്ഷദ്വീപ് ഹൽവയൊക്കെ കഴിച്ചിട്ടില്ലാത്തവർ നമ്മുടെ സജനാസ് വിസിറ്റ് ചെയ്യണം കേട്ടോ. അവരുടെ ശരിക്കും ട്രഡീഷണൽ സ്വീറ്റ്സ് ആണത്. ഹാൻഡ് മെയ്ഡായിട്ടാണ് ചെയ്യുന്നത്. ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. ഇങ്ങനെ ഒരു ലീഫിനകത്ത് 2 സൈഡ് റാപ്പൊക്കെ ചെയ്തിട്ട് എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല മണമുണ്ട് ഈ ഇലയുടെയും. തുടങ്ങുമ്പോൾ അവരുടെയും നല്ല ശരിക്കും നല്ല ഒറിജിനൽ വെളിച്ചെണ്ണ അല്ലേ, നല്ല മണമൊക്കെ ആയിട്ട് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റമാണ്. അപ്പം ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തേക്കണേ.